ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് മാങ്ങാ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പം നല്ല പഴുത്ത മാങ്ങ എടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളകും കുറച്ച് മുളകും പൊടി കേട്ടോ, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ്, ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് പച്ചവെള്ളം ഒഴിക്കണം. അപ്പം അതിനാവശ്യമായിട്ട് കൂടുതൽ ഒഴിക്കണ്ട. അപ്പം നമുക്ക് ഒരു പാകത്തിന് പച്ചവെള്ളം ഒഴിക്കുക. അതിനുശേഷം കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ. അരപ്പിന് ആവശ്യമായിട്ട് തേങ്ങ, കുരുമുളക്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി കേട്ടോ ഇട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങ വെന്തിട്ടുണ്ടോ നോക്കണം, നന്നായിട്ട് വേവണം. ഇതിലേറെ പഴുത്ത മാമ്പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് പഴുപ്പ് കുറഞ്ഞതാണ് കിട്ടിയത്. അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിക്കുക. നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇത് ഒരു മാങ്ങയാണ് അത്രയും നല്ല പഴുത്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് പഴുത്തിട്ടുണ്ട്, പക്ഷേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആയിട്ടില്ല കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മൾ എന്തായാലും മാങ്ങ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ അരപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു തിള വന്നാൽ മതി, നന്നായിട്ട് തിളക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒരു തിള വന്നാൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് മാറ്റി വെക്കുക കേട്ടോ. അപ്പം നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണ്. അതിനാവശ്യമായിട്ട് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളെ പുളിശ്ശേരിയിലേക്ക് തൊഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.